ഞാനൊരു ജനപ്രതിനിധി കൂടാണ്. ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടാണ്. അപ്പൊ ഞങ്ങള് വളരെ കൃത്യമായിട്ട് അത് അൺഫിറ്റ് ഉള്ള കെട്ടിടമാണ് ഇത് എന്നുള്ളത് കൃത്യമായി പഞ്ചായത്ത് അൺഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആയതിനാൽ ആ കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തുന്നില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട്, അതില് ആ കുട്ടികള് നിലവിൽ ഓഡിറ്റോറിയം ഹാളിൽ സ്ക്രീൻ തിരിച്ച് ക്ലാസ്സുകളാക്കിയിരിക്കുകയായിരുന്നു. അതിലാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു തെളിവ് എന്ന് വണ്ണം കഴിഞ്ഞ 8-ാം തീയതി ജൂലൈ മാസം 8-ാം തീയതി കൂടിയ SMC യോഗം വളരെ കൃത്യമായിട്ട് ആ SMC യോഗത്തിൽ ഒരു തീരുമാനമെടുത്തു. അതായത് ക്ലാസുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റോറിയത്തിലിരിക്കുന്ന കുട്ടികളെ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു കെട്ടിടമുണ്ട്. അതായത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 2 കോടി രൂപ മുടക്കി 14 ക്ലാസ് റൂമുകളുള്ള കെട്ടിടം അവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. അതിൽ ഇലക്ട്രിക്കൽ കണക്ഷൻ ഇല്ലാത്തതിന്റെ പേരിൽ, അതായത് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ മാത്രമാണ് ആ ക്ലാസ് റൂമിലേക്ക് ഒരുപക്ഷെ ഉദ്ഘാടനം വൈകുന്നത്. അപ്പൊ ആ ക്ലാസ് റൂമിലേക്ക് കുട്ടികളെ ഇരുത്തണം എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് 8-ാം തീയതി കൂടി SMC യോഗത്തിൽ തീരുമാനമെടുത്ത് ചെയർമാൻ എന്ന നിലയിൽ ഞാനും കൺവീനർ എന്ന നിലയിൽ HMഉം നേരിട്ട് കളക്ടറേറ്റിൽ പോവുകയും കളക്ടറെ കാണാൻ കഴിയാതെ വന്നപ്പോൾ അസിസ്റ്റന്റ് കളക്ടറുമായിട്ട് സംസാരിക്കുകയും രേഖാമൂലം ഒരു അപേക്ഷ കൊടുക്കുകയും ചെയ്തു. അതായത് മേൽപ്പറഞ്ഞ കെട്ടിടത്തിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടാക്കി തരിക എന്ന് എത്രയും പെട്ടെന്ന് സാധിച്ചു തരിക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ കളക്ടറിന്റെ ഭാഗത്തു നിന്ന് എന്തായിരുന്നു ഉണ്ടായിരുന്ന ഒരു പ്രതികരണം, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ? കളക്ടർ അവിടെ ഇല്ലായിരുന്നു. കളക്ടർ അന്നത്തെ ദിവസം ചെന്നിത്തലയിലെ ഒരു കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട്, ചെന്നിത്തല സ്കൂളിലെ കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടപ്പോൾ ഇതിൽ ഇവിടെ ഒരു പ്രകടനം നടക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഇടയ്ക്കാണ് ഈ സംസാരിക്കുന്നത്. ഹലോ, കേൾക്കാം, പറഞ്ഞു തുടർന്നു. അപ്പൊ കളക്ടർ അവിടെ ഇല്ലായിരുന്നു. അസിസ്റ്റന്റ് കളക്ടറാണ് അതിനകത്ത് ഇടപെട്ടത്. മേഡം വളരെ കാര്യമായിട്ട് തന്നെ ഇടപെടുകയും അതിൽ ഉടൻ തന്നെ ഇതിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ, അതായത് കോസ്റ്റൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ടെലിഫോണിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പിയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് നടന്നിരുന്ന സംഭവങ്ങളായിരുന്നു. വളരെ കൃത്യമായിട്ട് അതിന്റെ ഒരു SMC 8-ാം തീയതി കൂടുകയും 11-ാം തീയതി കളക്ടറേറ്റിൽ പോയി എന്നുള്ളതിന്റെ തെളിവായിട്ട് അസിസ്റ്റന്റ് കളക്ടറെ ഞങ്ങള് രേഖാമൂലം ലെറ്റർ കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ BJPയുടെ അടക്കമുള്ള പ്രതിഷേധം നടക്കുന്ന ഒരു സ്ഥിതിയാണ് കാര്യങ്ങളൊക്കെ കടന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒരു കരുതിക്കൂട്ടി, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെയൊക്കെ കരുതിക്കൂട്ടി തന്നെ പറയിപ്പിച്ചതാണെന്ന് വേണോ മനസ്സിലാക്കാൻ? അതിനെപ്പറ്റി അറിയത്തില്ല. കുട്ടികൾ അവിടെ ക്ലാസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ വരുമ്പോൾ ക്ലാസ് ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ കുട്ടികൾ ഒരുപക്ഷെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവിടെ നിൽക്കാറുണ്ട്. അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതത്ര അപകട സാധ്യതയുള്ള ഒരു കെട്ടിടമായിട്ട് ഈ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അത് കാണാൻ കഴിയുന്നില്ല. ഇപ്പോഴും അവിടെ സംഭവിച്ചത് വരാന്തയുടെ ഒരു ക്ലാസ് റൂമിന്റെ വരാന്തയുടെ ഭാഗത്തെ ഓടുകളാണ് താഴെ വീണിരിക്കുന്നത്. വരാന്തയുടെ ഒരു ഭാഗത്തെ മാത്രം, ക്ലാസ് റൂമിലെ മേൽക്കൂരയോ ഒന്നും തന്നെ പോയിട്ടില്ല. ഞാനതിനെ ന്യായീകരിക്കുകയല്ല. ക്ലാസ് റൂമുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വരാന്തയുടെ നിന്നുള്ള ഓടുകളാണ് പൊട്ടി വീണിരിക്കുന്നത്. ശരി, വളരെ നന്ദിയുണ്ട്. പറഞ്ഞു. ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധി കൂടിയാണ് ഞാൻ ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിൽ വളരെ കൃത്യമായിട്ട് ഫിറ്റ്നസ് കൊടുത്തിട്ടുമില്ല ആ കെട്ടിടത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് ക്ലാസുകൾ മാറ്റി സ്ഥാപിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.